ഹലോ എവരിവൺ, IVF ജേർണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് IVFലെ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ ഈ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്താലാണ് സക്സസ് റേറ്റ് ഉണ്ടാവുകയുള്ളൂ? എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ? Day 2 Day 3 എംബ്രിയോസിന് സക്സസ് ഉണ്ടാകത്തില്ലേ? എല്ലാവരും എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പം നേരിട്ട് വീട്ടിലേക്ക് കിടക്കും. അപ്പോൾ നിങ്ങളുടെ എഗ് പിക്കപ്പിൻ്റെ അന്നത്തെ ദിവസമാണ് ഹസ്ബൻഡ് അടുത്ത് സ്പേമം കളക്ട് ചെയ്യും. അന്നേ ദിവസമാണ് നമ്മുടെ എംബ്രിയോ ലാബിൽ ഫോം ചെയ്യുന്നത്. അതെന്ന് പറയുമ്പോൾ Day 0 ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീടുള്ള ദിവസം Day 1, Day 2, Day 3. അപ്പോൾ നമ്മൾ 2 ദിവസം ഇൻക്യുബേറ്ററിൽ ഗ്രോ ചെയ്യുന്നതാണെങ്കിലാണ് Day 2 എംബ്രിയോസ്, 3 ദിവസം ഗ്രോ ചെയ്യുവാണെങ്കിൽ Day 3 എംബ്രിയോസ്. സാധാരണ Day 2, Day 3 എംബ്രിയോസ് ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാറ്. അപ്പോൾ ഒരു Day 3 എംബ്രിയോസിൽ നമുക്ക് 8 മുതൽ 10 വരെയുള്ള സെല്ലുകളാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാറില്ല. അപ്പോൾ ഈ 5ാമത്തെ ദിവസം വരെ ഗ്രോ ചെയ്യുന്ന 5ാമത്തെ ദിവസം വരെ ഗ്രോ ചെയ്യുന്ന എംബ്രിയോസാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകാറുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഗുഡ് ക്വാളിറ്റി എംബ്രിയോസ് ഉണ്ട്, അത് എണ്ണവും കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ലാബിലെ ബ്ലാസ്റ്റോസിസ്റ്റ് നമുക്ക് ഉണ്ടാകുള്ളൂ. പിന്നെ അതുപോലെ നല്ലൊരു ലാബ് ഫെസിലിറ്റി ഉണ്ടാകണം, എന്നാൽ മാത്രമാണ് നമുക്ക് ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എംബ്രിയോസിലെ ഗുഡ് എംബ്രിയോസ് മാത്രമാണ് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് വരെ ഗ്രോ ചെയ്യത്തുള്ളൂ. അതായത് 5ാമത്തെ ഡേ വരെ നമുക്ക് ഗ്രോ ചെയ്യത്തുള്ളൂ. 5ാമത്തെ Day 5 ഉണ്ടോ, Day 6 ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയും ദിവസം വരെ ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടിയ എംബ്രിയോസിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ടാകണം. അങ്ങനെയുള്ള എംബ്രിയോ മാത്രമേ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ എംബ്രിയോസിന്റെ എണ്ണം താരതമ്യേന കുറവാണെങ്കിൽ നമ്മൾ Day 5 വരെ ഗ്രോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എംബ്രിയോസ് ഒന്നും കിട്ടിയില്ലെന്ന് വരും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ Day 2 Day 3 എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഗുഡ് ക്വാളിറ്റി എംബ്രിയോസ് ഉണ്ട്, നിങ്ങൾക്ക് സാധാരണ നല്ല അത്യാവശ്യം എംബ്രിയോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാബ് ഫെസിലിറ്റി നല്ലതാണെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് വരെ ഗ്രോ ചെയ്യിക്കും. അപ്പോൾ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റിന് ഇംപ്ലാന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മറ്റുള്ള Day 2 Day 3 എംബ്രിയോസിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടുതലാണ്. എന്ന് വെച്ചാൽ Day 3 എംബ്രിയോസ് ഇംപ്ലാന്റ് ചെയ്യത്തുന്നില്ല, പക്ഷേ Day 5 വരെ ഗ്രോ ചെയ്തതാണല്ലോ, അതിന് അത്രയും കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അത് ഇംപ്ലാന്റ് ആകുന്നത്. പിന്നെ ബ്ലാസ്റ്റോസിസ് പിന്നെ ഗ്രേഡിംഗ് ഉണ്ട്. അതിൽ ബ്ലാസ്റ്റോസിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഇന്നർ സെൽ മാസ് ഉണ്ട്, ഔട്ടർ സെൽ മാസ് ഉണ്ട്. ഇന്നർ സെൽ മാസ് ആണ് കുട്ടിയായിട്ട് ഫീറ്റസ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന, ഔട്ടർ സെല്ലാണ് നമ്മുടെ പ്ലാസൻ്റ് ആയിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ 2 സെല്ലിൻ്റെയും അത് നോക്കിയിട്ടാണ് ഗ്രേഡിങ് വരും. ബ്ലാസ്റ്റോസിസ്റ്റ് ആകുമ്പോഴത്തേക്കും അതിനകത്തൊരു 100 സെല്ലിന് മേലേക്ക് ഉണ്ടാകും. പിന്നെ ബ്ലാസ്റ്റോസിസ്റ്റിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എംബ്രിയോയുടെ ബയോപ്സി ചെയ്യണമെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ബ്ലാസ്റ്റോസിലാകുമ്പോൾ 100ലധികം സെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് 2 സെല്ലെടുത്ത് ബയോപ്സിക്ക് അയക്കാം, അത് ഈസി ആയിരിക്കും. പക്ഷേ Day 3 ഒക്കെ ആകുമ്പോഴത്തേക്ക് 8 സെല്ലൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് എടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എംബ്രിയോ ബയോപ്സിക്ക് പോകുന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലാണ്. അതിൻ്റെ ഇന്നർ സെല്ലും ഔട്ടർ സെല്ലും ഗ്രേഡ് നോക്കിയിട്ട് അതിൻ്റെ ഗ്രേഡ് നോക്കി. അപ്പോൾ പക്ഷേ എല്ലാവർക്കും നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാറില്ല. അപ്പോൾ പറഞ്ഞല്ലോ, കാരണം നിങ്ങൾക്ക് എംബ്രിയോ ക്വാളിറ്റി ഉണ്ട്, എണ്ണവും ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് പോകാറുള്ളൂ. അല്ലാത്തവർക്ക് Day 2 Day 3 എംബ്രിയോ ആണ് മാത്രമാണ് ചെയ്യാറുള്ളത്. എന്നിരുന്നാലും നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ബ്ലാസ്റ്റോസിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടോയെന്നുണ്ടെങ്കിൽ, എംബ്രിയോസ് ഗുഡ് ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ലേ. ബ്ലാസ്റ്റോസിസ്റ്റ് വേറൊരു മെച്ചം എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ തന്നെയാണെങ്കിലും അതിന് ഇംപ്ലാന്റേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ചിലർക്ക് ഒരു കുട്ടി മാത്രം മതി എന്നുള്ള ആൾക്കാർക്ക് ഒരു സിംഗിൾ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനും സക്സസ് റേറ്റ് ഉണ്ട്. ബ്ലാസ്റ്റോസിസ്റ്റ് ആകുമ്പോഴത്തേക്കും 1-2 ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ. മറ്റേതാകുമ്പോൾ Day 2 Day 3 ഒക്കെ ആകുമ്പോൾ 3-4 ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് ഉണ്ടാകും. അപ്പോൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയുടെ റിസ്ക് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗുഡ് ക്വാളിറ്റി എംബ്രിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ചിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. നല്ലൊരു ലാബ് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് പോകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.